സാധാരണ രൂപത്തിൽ ളുഹറും അസറും അതുപോലെ തന്നെ മഗ്‌രിബും ഇശായും ഒന്നിച്ചാണല്ലോ നമ്മൾ ജമ്മും കസറുമായും ഒക്കെ നിസ്കരിക്കാറ്. എന്നാൽ ഒരൊറ്റ നിസ്കാരം അതിപ്പോൾ ളുഹറോ അസറോ ഏതെങ്കിലും ഒന്ന് കസർ മാത്രമാക്കി നിസ്കരിക്കുന്നത് അനുവദനീയമാണോ എന്നാണ് സംശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണഗതിയിൽ യാത്രയിൽ ഓരോ നിസ്കാരത്തിന്റെ സമയമാകുമ്പോഴും അതാത് നിസ്കാരം കസറാക്കുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത്. അഥവാ ലൊഹറിന്റെ സമയത്ത് യാത്രയിലാണെങ്കിൽ ലൊഹർ കസറാക്കും. അതുപോലെ തന്നെ അസറിന്റെ സമയത്ത് യാത്രയിലാണെങ്കിൽ അസർ കസറാക്കും. ഇഷായിന്റെ സമയത്ത് യാത്രയിലാണെങ്കിൽ ഇഷാ കസറാക്കും. അപ്പൊ 4 റക്അത്തുള്ള നിസ്കാരങ്ങളെ 2 റക്അത്തായി കൊണ്ട് ചുരുക്കി നിസ്കരിക്കുന്നതാണ് കസറാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ഓരോ നിസ്കാരത്തിന്റെ സമയത്ത് നിസ്കരിക്കുവാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ, യാത്രക്കാരനാണെങ്കിൽ അദ്ദേഹം അതാത് നിസ്കാരത്തിന്റെ സമയത്ത് ആ നിസ്കാരത്തെ കസറാക്കി നിസ്കരിക്കുകയാണ് വേണ്ടത്. ഇനി യാത്രക്കിടയിൽ കസറാക്കി അതാത് നിസ്കാരത്തിന്റെ സമയത്ത് കസറായി നിസ്കരിക്കുവാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്ത ഘട്ടമാണ് എങ്കിൽ സ്വാഭാവികമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മറ്റൊരു ഇളവാണ് ജംഇ എന്നത്. അവിടെയാണ് നമ്മൾ ജംഉം കസറുമാക്കിക്കൊണ്ട് നിസ്കരിക്കേണ്ടത്. അപ്പോൾ ഓരോ വക്തിനും കസറായിക്കൊണ്ട് നിസ്കരിക്കാൻ ഒരു യാത്രക്കാരന് സാധിക്കുമെങ്കിൽ അതുതന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരാൾക്ക് ളുഹർ മാത്രം കസറാക്കാൻ പറ്റും, അസറു മാത്രം കസറാക്കാൻ പറ്റും, ഇഷാ മാത്രം അതിൻ്റെ സമയത്ത് ആ നിലക്ക് തന്നെ കസറാക്കാൻ പറ്റും. അപ്പൊ ജംആക്കാതെ തന്നെ കസറാക്കിക്കൊണ്ട് നിസ്കരിക്കാവുന്നതാണ്. അത് ആ രൂപത്തിൽ തന്നെയാണ് പ്രവാചകൻ ചെയ്തിരുന്നത്. അത്യാവശ്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് പരസ്പരം കൂട്ടിച്ചേർത്ത് ജംആക്കിക്കൊണ്ട് നിസ്കരിക്കുന്ന രീതിയും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം.